ഹലോ. അപ്പോൾ ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ. ഒന്ന് നടന്ന് റൂമിൽ കയറുന്ന സമയത്ത് ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആട്ടോ. ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ചടപ്പുള്ള കാര്യമാണ്. എല്ലാ ദിവസവും ഞാനും എൻ്റെ ഈ ആഭാങ്കൂട്ടനും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങും കേട്ടോ. ഇത് നമ്മളെ അടുത്തുള്ള ഒരു പാർക്കാണ്. വളരെ നല്ലൊരു പാർക്കാട്ടോ. നല്ല വൃത്തിയും നല്ല ഒരു അടിപൊളി പാർക്കാണ്. പക്ഷേ കുട്ടികൾക്കുള്ള റൈഡ്സും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നമ്മളെ കൂടെ ഓടി കളിക്കാനേ അവർക്ക് പറ്റുള്ളൂ. നല്ലൊരു പാർക്കാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാർക്കാണ്. ഇവനക്ക് കയ്യിൽ ഓരോ മിഠായിയൊക്കെ കൊടുത്ത് സോപ്പിട്ടിട്ടാണ് ഇവനെയും കൊണ്ട് ഞാൻ നടക്കാൻ ഇറങ്ങാറ് കേട്ടോ. മിഠായി ഒന്നും കൊടുക്കാറില്ല, അധികം ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്ത് കൈ പിടിക്കാറാണ് പതിവ്. അപ്പോൾ ഞങ്ങൾ ഒരു പാർക്കിലാണ് ഉള്ളത്. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പാർക്കാണ്. ഇവിടെ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ക്ലൈമറ്റ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും ഭയങ്കര ഒരു വിങ്ങലും ചൂടൊക്കെയാണ്. പക്ഷെ എന്തിരുന്നാലും എന്നെയും കൊണ്ട് കഴിയില്ല കേട്ടോ ഒരുപാട് ദിവസമൊന്നും ഈ റൂമിലിരിക്കാൻ. എനിക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് വരണം. കാര്യമായിട്ടൊന്നും വാങ്ങാനോ കാര്യങ്ങളൊന്നുമല്ല, ഒന്ന് നടന്ന് കുറച്ച് പേരെയൊക്കെ കണ്ട് സംസാരിച്ചാൽ തന്നെ എൻ്റെ മൈൻഡ് ഒരുപാട് നന്നാവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ആരെങ്കിലും വേണം പുറത്തിറങ്ങാൻ, അങ്ങനത്തെ സംഭവമൊന്നും എനിക്കില്ല കേട്ടോ. എൻ്റെ കൂടെ അധികം ഞങ്ങൾ രണ്ടാളും തന്നെ കേട്ടോ ഉണ്ടാവാറ്. വേറെ ഒരുപാട് പേരെ പരിചയപ്പെടാറുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പുതിയ പുതിയ സൗഹൃദങ്ങൾ കിട്ടാറുണ്ട്. റൂമിൻ്റെ അവിടുന്ന് ഒരു 5 കിലോമീറ്ററൊക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. നാട്ടിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ നടക്കുകയില്ല. പിന്നെ ഞാൻ നടക്കുന്ന സമയം ഒന്ന് നോക്കിയേ. ഇപ്പോൾ സമയം 9:15 ആയിട്ടുണ്ട് കേട്ടോ രാത്രി. ഈ ടൈമിലാകുമ്പോൾ നമ്മളെ നാട്ടിലൊന്നും പുറത്തിറങ്ങാനും പറ്റില്ലല്ലോ അല്ലേ. ഇത്രയും കിലോമീറ്ററൊക്കെ നടന്നത് കാരണം ഒരുപാട് ടയേർഡായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിയർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള ക്ലൈമറ്റാണ്. അപ്പോഴാണ് നമ്മുടെ കണ്ണിൽ ആ ഒരു മാള് കണ്ണുപെട്ടിട്ടുണ്ട് കേട്ടോ. മഹബൽ മാള്. നമ്മുടെ മലയാളീസൊക്കെ ഇത് ഒട്ടക ബിൽഡിംഗ് എന്നൊക്കെയാണ് പറയാറ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് നേരം അവിടെ ചുറ്റിക്കളിച്ച് ആ തണുപ്പൊക്കെ ഒന്ന് കൊണ്ട് ഞങ്ങളൊക്കെ ഒന്ന് കൂളായതിന് ശേഷം ഒന്ന് ഇറങ്ങാമെന്ന് കരുതി. അബാൻ അതിലൊക്കെ ഓടിക്കളിച്ചു. ഞാൻ ഒരു ഭാഗത്ത് ചെറിയൊരു വാട്ടർഫാളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല, നമ്മൾ നോക്കി നിൽക്കണം കേട്ടോ. ഇവൻ്റെ പോലത്തെ കുസൃതി കുട്ടന്മാരൊക്കെ ഒന്ന് ഇറങ്ങാനൊക്കെ ശ്രമിക്കും. അപ്പോൾ ഫൈനലി ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഒന്ന് തണുത്തതിന് ശേഷം. പിന്നെ ഇതുപോലെ ഓരോ പരിപാടികളൊക്കെ ചെയ്തിട്ടാട്ടോ അവൻ നടക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടത്തം ഒരുപാട് സ്പീഡിൽ നടക്കുന്നതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഓരോന്ന് കാണുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഓരോ പരിപാടികൾ. ഓരോ പ്രായത്തിലുള്ള അല്ലേ, നട്ടപ്പിരാന്താണ്. 4 വയസ്സ് ആയി തുടങ്ങി. അപ്പോൾ നട്ടപ്പിരാന്തൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾ ഫൈനലി ഇക്കാടെ ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇക്കാൻ്റെ ഷോപ്പിൽ ലിഫ്റ്റിലൊക്കെ കയറി ഞങ്ങൾ ഇക്കാടെ ഷോപ്പൊക്കെ ചെല്ലാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇക്കാടെ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇക്ക തിരക്കിലാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അബാൻ അവിടെ കയറിയിരുന്ന് അവനക്ക് അറിയുന്ന എന്തൊക്കെയോ പരിപാടികൾ അവിടെ ഒപ്പിക്കുന്നുണ്ടേ. അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നമ്മളെ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.